ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൈപ്പട്ടൂരിനടുത്താണ്. ഞാൻ നേരെ കോന്നിക്ക് പോകണം. കോന്നിയിൽ നമുക്ക് കാണാനെന്ന് വെച്ചാൽ കോന്നിയിലൂടെ തണ്ണിത്തോട്, കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, അതുപോലെ സീതത്തോട്. പിന്നെ കോന്നിക്ക് മുമ്പായിട്ട് നമുക്ക് മറ്റേ ആനക്കൊട്ടിലുണ്ട്. അപ്പോൾ ആനക്കൊട്ടിൽ കയറി അവിടെ മുമ്പ് ആനയെ മെരുക്കി കുഞ്ഞിലെ കൊണ്ടുവന്ന് വളർത്തി അങ്ങനെ ഇതാക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, എന്നാലും ഇവിടെ ആനകളുണ്ട്. അപ്പോൾ നമുക്ക് ആനകളെയൊക്കെ കാണാം. ഞാൻ കൈപ്പട്ടൂർ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഇനി നേരെ കോന്നിക്ക് പോവാണ്. കോന്നിയിൽ ഫസ്റ്റ് നമുക്ക് ആനക്കൊട്ടിൽ കയറാം. കാരണം തണ്ണിത്തോട് പോയി അവിടുന്ന് കുറച്ച് പോകണം. തണ്ണിത്തോടിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ ആനക്കൊട്ടിൽ കയറാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്യും, ടൈമുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറുന്നതാണ്, അതുകൊണ്ട് അവിടെ ടൈമുണ്ട്. അപ്പോൾ നേരെ ആനക്കൊട്ടിൽ പോവാണ്. ആനക്കൊട്ടിൽ പോയിട്ട് നേരെ നമുക്ക് തണ്ണിത്തോടും സീതത്തോടും അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ ആനക്കൊട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തോട്ടമൊക്കെ ഉണ്ട്, മെഡിസിൻ പ്ലാന്റ്സ് സംബന്ധം, അത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നൊക്കെയാണ്. ഞാനിവിടാണ് വണ്ടി കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഈ ഒരു സംഭവം കണ്ടോ, ഇതിവിടെ വരുള്ളൂ. ഇതെന്താണ് സംഭവം? വ്യൂ ആണോ ഉദ്ദേശിച്ചത്? അറിയില്ല. അവിടെയാണ് ഈ വണ്ടിയുടെ ബാക്കിൽ, അവിടെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ആനകളെ കുറിച്ചൊക്കെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ പോയി. പക്ഷേ ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ഇല്ല, അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല. അക്കൗണ്ടിൽ കിടന്ന ക്യാഷ് ഞാൻ എടുത്തു, ക്യാഷ് പേയ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും വഴി നോക്കണം. ആരെങ്കിലും വിളിച്ചിട്ട് സ്കാനർ എടുത്തിട്ടല്ലോ സെൻഡ് ചെയ്യാതെ നടക്കും. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് വർഷമായിട്ട് ക്യാഷ് പേയ്മെൻ്റ് ഇല്ല, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ടൈമില്ല അതാണ്. ഇനി ഇവിടെ തണ്ണിത്തോട് ഇവിടെ ജസ്റ്റ് കയറിയിട്ട് പോകണം, അല്ലെങ്കിൽ തിരിച്ച് തണ്ണിത്തോടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ കയറിയിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയായി എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ ബ്ലോക്കാണ്. ഇനി നേരെ അവിടെ പോകണം, ടിക്കറ്റ് എടുക്കാൻ ഒരു വഴി പോകണം. നല്ല പരിപാടി കിടക്കത്തില്ല, ഇവിടെ ഒന്നും ടൈം ആയിട്ട് കാര്യമില്ല. ഗൈസ്, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആനക്കൊട്ടിൽ, അതായത് ആനയെ ലൂക്കീറുന്ന കൂട്. ഓക്കെ, കോന്നി സ്ഥാപിതം, ഇതിനകത്തൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആനയുണ്ട് കേട്ടോ. അപ്പോഴത്തെ ആനയുടെ അടുത്ത് പോകരുത്, അങ്ങനെ കുറേ റൂൾസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കരുത്. ഓക്കെ. അപ്പോൾ ഇവിടെ കാണാനായിട്ട് കുറച്ച് ആനകളുണ്ട്, പിന്നെ ആനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്തുണ്ട്. അതിന് നമുക്ക് ഇതിനുള്ളിൽ കയറിയിട്ട് കാണാം. സത്യം പറഞ്ഞാൽ അവർ വന്നുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. ആ പുള്ളിക്കാരി ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരനാണ് എനിക്കത് ടിക്കറ്റ് എടുത്ത് തന്നത്. കാലി മാത്രമേ ഉള്ളൂ ചങ്ങല, ദേഹത്തൊന്നും ചങ്ങലയില്ല. നമുക്ക് ആന ഇവിടെ കാണാം. സാധാരണ നമ്മൾ ഉത്സവത്തിനൊക്കെ അല്ലേ കാണുന്നത്, അത് ഫുള്ള് ലോക്കായിരിക്കുമല്ലോ. ഇത് കാലിൽ മാത്രമേ ഉള്ളൂ. ഇവരുടെ പേരും പ്രായമല്ല ഇവിടെ. ഇതുണ്ടോ,
ഡേഞ്ചർ. യാന പ്രശ്നമാണ്. എഴുതി വെച്ചിട്ട് അതിൻ്റെ കലിപ്പാന്ന് തോന്നുന്നു, തല കിട്ടാട്ടുന്നല്ലേ. ആ 13 വയസ്സല്ലേ? ഈ ആനാണോ അത്? വയസ്സും പേരൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇത് തന്നെ അല്ലേ? ആ ആണോ? അയ്യോ, നിങ്ങൾ ഇവിടെ അടുത്താണോ? സീതത്തോട്. ആ അവിടെ എന്തോട്ട് കേട്ടോ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ? സീതത്തോട് തണ്ണി ഏതാ? സീതത്തോട് കഴിഞ്ഞു പോകണോ? അത് നല്ല ദൂരമല്ലേ അവിടുന്ന് അല്ലേ? ആ നമുക്ക് ഇന്ന് പോയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ സീതത്തോട്. ആ ഇവിടെ ആനയുടെ എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ആനയ്ക്ക്. ഇപ്പോൾ പേരെഴുതിയ ആനാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരിവിടെ അടുത്തുള്ള മീനാക്ഷി 34 വയസ്സ്, 1991 ലഭിച്ചു. 91 ഇവിടെ വന്ന ആനയപ്പം. അങ്ങനെ ഓരോ ആനയ്ക്ക് പേരുണ്ട് കേട്ടോ. ഇത് പ്രിയദർശിനി ഈ ആനയുടെ പേര്. മറ്റേത് കൊള്ളാം കേട്ടോ പേര്, ഈവ. 1900 ഈ ആന മതപ്പാടിലാണ് കേട്ടോ. ഇച്ചിരി വിഷയമാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് പോകരുതെന്നൊക്കെ. ഇത് 91 ഇവിടെ വന്ന ആനയാണോ? അതിനുശേഷം പോയിട്ടില്ല, ഇവിടെ തന്നെ. ഈ ആന ഇവിടെ നിർത്തിയിട്ട് എന്തോ ചെയ്യുന്നത്? ഇവിടെ നിർത്തിയേക്കത്തേ ഉള്ളൂ. ആ ഈ ഇതിനെ പിടിച്ചോണ്ട് വരുന്നോ? കാട്ടീന്ന് പണ്ട് കിട്ടിയതാ. ഇപ്പോൾ കാട്ടീന്ന് കൊണ്ടുവരത്തില്ല? ഇല്ല, അതേ ഉള്ളൂ ഇല്ലേ? അല്ലാതെ ഈ കാട്ടീന്ന് വെളിയിലോട്ട് വരുന്ന അങ്ങനെ ഇവിടെ വരത്തില്ല? കോടനാട്. നേരത്തെ കാട്ടി പോയി കൊണ്ടുവരുമായിരുന്നില്ലേ? കുഴി കുഴിച്ച് കാട്ടി ആനയെ പിടിച്ച് ഇവിടെ ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. 78-80 മുമ്പായിരുന്നു. ആ ലേലം ചെയ്ത് ഓരോ ടീമിന് കൊടുക്കുമായിരുന്നു. ലേലത്തിൽ കൊടുക്കുമായിരുന്നു. ആ പിന്നെ സർക്കാർ നിർത്തി. ഇപ്പോൾ ആ പരിപാടി ഇല്ല. ഇപ്പോഴും ഒരു കുഞ്ഞാന എന്തെങ്കിലും അപകടം പറ്റി കിട്ടുന്നതിന് അവർ ഫോറസ്റ്റിൻ്റെ അവിടെ തന്നെ നിർത്തി അവർ നോക്കും. അവിടെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ പിന്നെ നമ്മൾ ക്യാമ്പുണ്ട് അവിടെ അങ്ങോട്ട്. ആ ഇവിടെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിർത്തും, പിന്നെ വിടത്തില്ല. ആ ഈ ആന വിഷയം മതപ്പാടിലാണോ? അടുത്ത് ഇവിടെ ഇതിനപ്പുറം. ആ ആ ഗൈസ്, ഈ ആന മതപ്പാടിലാണ്. നമ്മളപ്പോൾ കയറി 8 വരെ പോവാം, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പ്രശ്നമാണ്. ചങ്ങനെല്ലാം പൊട്ടിച്ചെന്നാൽ ബാല പൊളിഞ്ഞ്. അയ്യവാ, ഇത് കണ്ടോ? കലിപ്പുണ്ടതിന് നല്ല കേട്ടോ. അയ്യോ, തുമ്പിക്കേ ചേച്ചി തുപ്പലൊരൊറ്റ കയറി കേട്ടോ. ഇങ്ങ് വന്ന് തുപ്പലാണോ എന്താണോ അതിൻ്റെ മൂക്കിന്ന് മൂത്രമൊക്കെ ഒഴിക്കുന്നുണ്ട് ആന. സംഭവം എന്താണ്? എന്നെ കണ്ട് കലിപ്പായോ? ഇവിടെ വേറെ ടീംസൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഇപ്പോൾ അടുത്തിപ്പുള്ളൂ. അവിടെ ചങ്ങല പിടിക്കുന്നുണ്ടോ? കണ്ടോ? ഓ ഇത് പക്ക കലിപ്പില്ല കേട്ടോ. കയ്യിലങ്ങനെ കിട്ടിയാൻ്റെ പൊന്നോ തീർന്നു. പക്ഷേ മൊത്തത്തിൽ ചങ്ങലയൊന്നും ഇട്ടിട്ടില്ല, കാലേ മാത്രമേ ഉള്ളൂ ചങ്ങല. ആശാനെ ദേഷ്യം വന്നിട്ടായിരിക്കും ചങ്ങല തുമ്പിക്ക വെച്ചിട്ട് പിടിച്ച്. ഉണ്ടോ കലിപ്പുണ്ടോ? അധികം നേരം നമ്മളിവിടെ നിന്ന് അതിനെ ദേഷ്യം പിടിപ്പിക്കണ്ട, പോവാം. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കാണാം. മീന വയസ്സ് 34.
കാരണം മീനെ കണ്ടുപിടിക്കുക. സൈലൻ്റായിട്ടിന്ന് ഫുഡടിച്ച് എല്ലാവരും ഫുഡടിച്ചുകൊണ്ടിരിക്കുക. ഇത് വന്നിട്ട് പ്രിയദർശിനി നമ്മളെ, പക്ഷെ അതിൻ്റെ പ്രായം എഴുതിയിട്ടുണ്ട്. ഇത് 23 വയസ്സ്. അതിന് അത് 42 വയസ്സോ കണ്ടാൽ പറയില്ല കേട്ടോ. 42 വയസ്സുള്ള ആളാണ് ഇരിക്കുന്നത്. സൈസ് കുറവാള്. ഇതിന് 13 വയസ്സ്. 13 വയസ്സ്. ഇത് കൊമ്പനാട്ടോ, കൊമ്പൻ. ഇവനാണ് വിഷയം. ഇവിടെ ഒരു കുട്ടിയാനെ ഉണ്ടായിരുന്നു പറഞ്ഞു, മരിച്ചു പോയിരുന്നു. എന്ത് ചെയ്യാം. പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കയറി കാണാം. അതിനകത്ത് ഈ ആനയുടെ സ്റ്റാച്യൂസും കുറേ ഫോട്ടോസും അങ്ങനെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ജസ്റ്റ് കയറി കാണാം. ഓക്കെ. ഇവരാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. അവരുണ്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടി. ഫോട്ടോ എടുക്കുകയാണ് കുഞ്ഞിനെ വെച്ചിട്ട്. ഇനി എല്ലാവരും കയറുമ്പോൾ ടിക്കറ്റ് കാണിക്കണോ അറിയില്ല. ടിക്കറ്റ് കാണിക്കണോ എനിക്ക് കയറുമ്പോൾ? വേണ്ടല്ലോ. ഓ, ചെരുപ്പൂരിടണം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ സംഭവങ്ങൾ. ആനയുടെ കുറേ സ്റ്റാച്യൂസും കുറേ ഫോട്ടോസും. മറ്റേ നമ്മുടെ ആഫ്രിക്കൻ ആനയല്ലേ, അതൊക്കെയാണ് കാണാനുള്ളത്. ആനയുടെ കുറേ പ്രതിമകളും സംഭവങ്ങളും ഒക്കെ. ഓക്കെ. പ്രദർശനവസ്തുക്കളിൽ സ്പർശിക്കരുത്. ഓക്കെ. നമ്മളവിടെ നിന്ന് ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ നെറ്റിപ്പെട്ട ഇതുള്ളൊക്കെ. ഫാനൊക്കെ ഉണ്ട്, നല്ല കാറ്റ്. ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. ഇനി വേറെ അപ്പുറത്തും വേറെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. ചേച്ചി ഇത്ര മാത്രമേ ഉള്ളൂ ചേച്ചി? ഇതിൽ ഇല്ല, ഫസ്റ്റ് ഇവിടെ വന്ന ഇതിലേ പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ബാക്കിലൂടെ പോകുന്നത്, ഇതിലേക്കൂടെ പോകാമെന്നാണ് പറഞ്ഞത്. അവിടെ ആനയുടെ ഒരു സംഭവമൊക്കെ പണി വെച്ചിട്ടുണ്ട്. ആന മാത്രമേ ഉള്ളൂ ഇവിടെ. ആനയുടെ മെയിൻ സംഭവമാണ്. ഓക്കെ. ഇതെന്തിനാണ്? നമുക്ക് അകത്ത് പോയിട്ട് വരാം. അകത്തും വേറെ എന്തൊക്കെയോ ആനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആനയുടെ ഒരു ഇവല്യൂഷൻ ഉണ്ട്. ഇതുണ്ടോ? ഇങ്ങനെയാണ് ആന ഉണ്ടായത്. കണ്ടോ? ഓക്കെ. ഇവല്യൂഷൻ തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ കുറേ പല സ്റ്റേജായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ആനയുടെ ഒരു ഫോസിലുണ്ടോ? ഇതെങ്ങനെയുണ്ട് സംഭവം? ഇതിൻ്റെ പേരാണ് മുള്ളട. മുള്ളട എന്ന് വെച്ചാൽ മുള്ളൂച്ചിന് അടവെക്കുന്ന സാധനം. അങ്കുശം. ഇടച്ചങ്ങല. ഇത് സംഭവം ആനയുടെ പല്ലാണ് കേട്ടോ. ഉണ്ടോ? കത്തി. ഇത് കൊമ്പിനകത്ത് കെട്ടിടുന്ന സാധനം. എന്നിട്ട് ആനക്കിണി. ആന പിടിക്കും. കത്രിക പോലെ ആനയുടെ കാലിൽ വെച്ച് പിടിക്കുന്ന സംഭവം. മത്ത്.
ഇത് വന്നിട്ട് ആനയുടെ താടിയല്ലാണ്. ഇത് തലയൊട്ടി, ഇത് ഫോസിൽ ഫുള്ളായിട്ടുള്ളത്. എക്സിറ്റ്. ഇവിടെ ആണെങ്കിൽ ആനയുടെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ആനയെ പിടിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ലെന്ന്. അതെ, ആനപിടുത്തം വാരിക്കുഴി രീതി. ഇതാണ് സംഭവം. ഇങ്ങനെ കുഴി പിടിക്കും, ആന ഒരു വീഴും, പിടിച്ച് കയറ്റും. എവിടെയും ഇതുപോലെ കുഴി പിടിച്ചിങ്ങനെ വെക്കും, അവിടെ നിന്നും പിടിച്ച് കയറ്റും. പിടിച്ചേറ്റ് രക്ഷപ്പെടുത്തി വിടുമല്ലോ കേട്ടോ. പിടിച്ചേറ്റ് ആനയെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് ആനക്കൊട്ടൽ. ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടോ? കൊള്ളാം. ഇതാണ്ട ആനയുടെ ഇവല്യൂഷൻ ഇവിടെ ഉണ്ട്. ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. മോറത്തീരിയം, ഇതാണ് മോറത്തീരിയം. ഇത് വന്നിട്ട് ഫിയോമിയ, ഇതാണ് ഫിയോമിയ. ഇത് പാലിയോ മാസ്റ്ററോൺ, ഗോഫാത്തീരിയം, സ്റ്റീഗോണ്ടോൺ, മാസ്റ്റഡോൺ, വൂളി മാമത്ത്. ഈ സാധനമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. ഭൂമിയിലിപ്പോൾ ഇല്ലല്ലോ മാമത്ത്. ബാക്കി കുറേ സാധനങ്ങളൊക്കെ പോയതാണ് അതിനകത്ത്. സേവ് എലിഫൻറ്റ് സംഭവം കൊള്ളാം കേട്ടോ. കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. കൊള്ള അടിപൊളി. ഒരു പുഴ. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആന കൂപ്പിന്ന് തടി മുറിക്കൽ, കൂപ്പ് തടി മുറിക്കൽ ആനയെ കൊണ്ട് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ആന ഉപയോഗിച്ചിട്ടുള്ള സ്റ്റാമ്പുകളാണ്. ഇതെല്ലാം ഇന്ത്യ, ഇനി പല രാജ്യത്തിൻ്റെ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഉണ്ട്, സിംബാബ്വേയുടെ ഉണ്ട്, അങ്ങനെ കുറേ രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകളാണ് ആനയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള. എലിഫൻ്റ് ഇൻ കോയിൻ, നമ്മുടെ ആനയുടെ ഇത് വെച്ചിട്ടുള്ള നാണയങ്ങളാണ്. ആനയുടെ ഇടയ്ക്ക് ഇതാരാണ് ഈ കയറിയിരിക്കുന്നത്? അപ്പോൾ ഓക്കെ. ഇവിടെ സംഭവം ഓരോന്നിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കില്ലേ? നമ്മൾ കാണിക്കുന്നതിൻ്റെ ഒറിജിനൽ സൗണ്ട്. അപ്പോൾ നമ്മളാ ട്രാവൽ ബൈ KL61. വെളിയിലോട്ട് കേട്ടോ കേട്ടോ. അപ്പോൾ അതിപ്പോഴും തീരുമെന്ന് തോന്നുന്നില്ല. അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. വലുതായിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, പിന്നെ സീസണൊന്നും അല്ലല്ലോ, അതിൻ്റെയൊക്കെ ആയിരിക്കും. ചേച്ചിമാർക്കൊന്നും ജോലിയില്ല, എല്ലാവരും വെറുതെ ഇരിക്കുമോ. ചിറക് വെച്ചാൽ കൊള്ളാലോ. ഇതിനകത്ത് ഞാൻ 4K വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കട്ടായി പോവുക. നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്കും സെറ്റപ്പൊക്കെ ഉണ്ട്. സീസണൊക്കെ ആയി കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ, ഇല്ലയോ? തിരക്കാവും ഇല്ലയോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ വരുന്നതാണോ അടുത്തായുണ്ട്? അതോ
ആ നമ്മുടെ ആനടി കേട്ടിട്ടുണ്ടോ? ആനടി കേട്ടിട്ടുണ്ട്. ആനടി അവിടെ അമ്പലത്തിന് ഗജമേളയൊക്കെ ഉള്ള ആനടി ഗജമേള അവിടെ അതിനടുത്താണ്. ഗവിയിലൊക്കെ പോകാൻ നല്ല ദൂരമല്ലേ നമുക്ക്, വോട്ട് വരാൻ പറ്റത്തില്ല. ആ അപ്പോൾ ഈ തണ്ണിത്തോട് കഴിഞ്ഞിട്ടില്ലേ സീതത്തോട്? പിന്നെ ആ അതാ എളുപ്പം. ആ അവിടെ പിന്നെ ഗവിയിൽ പോകുന്ന വഴിക്കാണെങ്കിൽ 3-4 ഡാമുണ്ട്. ഓ വഴിക്ക് അതുവരെ നമുക്ക് 2 വീലർ പോവോ? 2 വീലർ കയറ്റി വിടും. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നേരത്തെ അറിയാവുന്നവരുള്ള സീതത്തോട് പഞ്ചായത്താണെങ്കിൽ കയറ്റി വിടും. ഓ അറിയാവുന്നവരെ വിടത്തുള്ളൂ അല്ലേ? അല്ല നമുക്കിപ്പോൾ ഈ തണ്ണിത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, രാത്രി ഇച്ചിരി ലേറ്റ് ആയാലും തിരിച്ചു വരാൻ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ. ആ ഞാൻ അങ്ങോട്ട് പോട്ടെ തണ്ണിത്തോട്. ഇവിടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ടാണ്. സീസൺ ടൈമിൽ ശരിക്കും ആൾ കാണും. 2 ചേച്ചിമാർ അവിടെ വെറുതെ ഇരിക്കുന്നു, ജോലിയൊന്നുമില്ല. ഒരു വെള്ളമാനും ഒരു മയിലും. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് നേരെ തണ്ണിത്തോട്, സീതത്തോട്, വേറെന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു പുള്ളി. അവിടെ പോകണം. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടുന്ന് നേരെ തണ്ണിത്തോട് പോവാം. ഇതിനകത്താണ് ആനകളെ ഇടുന്ന് കൂടും. ചേച്ചി ഇതിനകത്ത് ആനയൊന്നും ഇടത്തില്ല ചേച്ചി? ഓ ഇവിടെ ആനയെ കൊണ്ടുവന്നിട്ട് ആനയ്ക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. ട്രെയിൻ ചെയ്തിട്ടാണ് ഇവരപ്പുറത്തോട്ട് മാറ്റുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ആനപിടുത്തമൊന്നും ഇല്ലയെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ഇപ്പോൾ ഇഞ്ചുറി പറ്റുന്ന ആനകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരിവിടെ നിർത്തും, അങ്ങനെയാണ് പറഞ്ഞത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. കാട്ടിൽ പോയി ആനയെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. നേരത്തെ ഇത് കണ്ട സാധനമാണ്. ഇതിന് സ്ഥാപിതം എന്ന് പറയുന്നത് 1942 ഓക്കെ. ഉപയോഗിച്ച മരം കമ്പകം എന്ന മരമാണ് ഈ ആനക്കൊട്ടലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ 1942 സെറ്റ് ചെയ്ത കൂടാണിത് കേട്ടോ. ഇപ്പോഴും ഇരിപ്പുണ്ട്. ആനക്കൂടിൻ്റെ അളവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട താപ്പാനകൾ കോന്നി സുരേന്ദ്രൻ, കോന്നിയിൽ കൊച്ചയ്യപ്പൻ, രഞ്ജി, പത്മനാഭൻ, ബാലകൃഷ്ണൻ, സോമൻ, വേണു, രമേശൻ, മണി. ഒരൊറ്റ പെമ്പിള്ളേരെ പുല്ലിനകത്ത് കിട്ടിയില്ലെന്നുള്ള. ക്ഷേത്രങ്ങളിലേക്ക് നൽകപ്പെട്ട പ്രധാന ആനകൾ മലയാളപ്പുഴ രാജാൻ, തൃക്കടവൂർ ശിവരാജു. ഇപ്പോഴുള്ള ആനകൾ പ്രിയദർശിനി, മീന, ഇവ, കൃഷ്ണ. കോന്നിയിൽ ആനപിടുത്ത് സ്ഥാപിച്ച വർഷം 1810 ഗൈസ് ഇവിടെ ആനയെ പിടിക്കാൻ തുടങ്ങിയത്. വാരിക്കുഴി നിർമ്മിച്ച് ആനകളെ പിടിച്ച പ്രധാന സ്ഥലങ്ങൾ. ഓക്കെ, ആനപിടുത്തം 1977 ചേട്ടാ ഇവിടെ ആനപിടുത്തം നിർത്തലാക്കിയത്. അതിന് മുമ്പ് വരെ ആനകളെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് നൽകാനുള്ള ആനക്കൂടിന് ശേഷി 6 ആനകൾ. കോന്നി ആനത്തേളത്തെക്കുറിച്ച് കാണിക്കുന്ന പുസ്തകം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ആനക്കൂട്ടലിൻ്റെ ഈ സംഭവങ്ങളൊന്നും നീണ്ടു കിടക്കുന്ന ഒരു 9 ഏക്കറിനകത്താണ്. 9 ഏക്കറെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ തണ്ണിത്തോട്, സീതത്തോട് അവിടേക്ക് പോവാം. അപ്പോൾ നമ്മളവിടുന്ന് ആനക്കൊട്ടലിൽ ഇറങ്ങി ഇനി നമ്മുടെ നേരെ തോന്നി നമ്മുടെ തണ്ണിത്തോട്, സീതത്തോട് അങ്ങനെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ അവിടോട്ട് പോവാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കോന്നിയിൽ ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ പോലീസുകാരും ഇല്ല, സിഗ്നലും ഇല്ല, ഒന്നുമില്ല. അതുപോലെ ഇപ്പോൾ സ്കൂൾ വിട്ട ടൈമാണ്. സ്കൂൾ പിള്ളേരും ശരിക്കും ഇഷ്ടംപോലെ വണ്ടിയും നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് തണ്ണിത്തോട് പോയിട്ട് മറ്റു വേണമെങ്കിൽ ഈ പറഞ്ഞ സീതത്തോടൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് വരാം. ഓക്കെ, പിന്നെ അതുപോലെ ഈ ആനക്കൊട്ടിൽ നമ്മൾ പറയുന്ന പോലെ എല്ലാവരും ഇഷ്ടപ്പെടാനൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്കും കൂടി ഇതായിട്ടില്ല. ഓക്കെ,
പിന്നെ എന്താ പറയുക, ആനയെ കൂടുതലിട്ടേക്കുന്നു. ആനയുടെയൊക്കെ അടുത്തു നിന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ആനയൊക്കെ കാണുമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴായാലും ഒരു കൗതുകമുള്ള കാഴ്ചയല്ലേ. അതിപ്പോൾ ഉത്സവത്തിനാണെങ്കിലും അല്ലാതാണെങ്കിലും ആനയെ കാണുന്നൊരു കൗതുകമുള്ള കാഴ്ചയല്ലേ. അപ്പോൾ അങ്ങനെ കാണാം. പിന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽ കാര്യങ്ങൾ, അങ്ങനെ കുറേ സെറ്റപ്പുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ അത്രമാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി വേറെ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പേഴ്സണലി എനിക്കത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. പിന്നെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളേറ്റവും കൂടുതൽ കുറച്ച് മലകളും കാടും അങ്ങനെ കുറേ സെറ്റപ്പൊക്കെയാണ് നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അതാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എന്താ പറയുക, കൂടുതൽ സന്തോഷം കാണും പോലെ. ഇവിടെ നിന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇനി പോകുന്ന വഴിക്ക് ചായ കുടിക്കണം. ഇവിടെ എവിടെയെങ്കിലും ചായ കട ഉണ്ടെങ്കിൽ നിർത്തി ചായ. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞു. 3:45. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് തണ്ണിത്തോട്ടേക്ക് വിടാം. അവിടെ ഈ പറയുന്ന പോലെ കുറേ അരുവികളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സന്ധ്യയായി കഴിഞ്ഞാൽ ആനശല്യമുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ അച്ചൻകോവിൽ വനത്തിൻ്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു മേഖലയാണെന്ന് തോന്നുന്നു. കാരണം കോന്നി ഫോറസ്റ്റിൽ നിന്നും നമുക്ക് റോഡുണ്ട് അച്ചൻകോവിൽ പോകാനായിട്ട്. അപ്പോൾ കോന്നി ഫോറസ്റ്റ് വഴി അച്ചൻകോവിലേക്ക് പോകാനായിട്ടുള്ള റോഡുണ്ട്. അപ്പോൾ അതിൽ റിലേറ്റഡ് കിടക്കുന്ന കാടൊക്കെ ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തായാലും അപ്പോൾ അതിൽ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് കാണാം. ഞാൻ ശരിക്കും പറയാം ക്യാമറ ഓഫാക്കും, എടുത്തു വെക്കും. ഇവിടെ ചെറിയൊരു കയറ്റമാണ്, കുറേ ഒരു മല സെറ്റപ്പൊക്കെയാണ് റൈറ്റ് സൈഡ്. പക്ഷേ എനിക്ക് ഇവിടെ നോക്കി കാണില്ല. ആ വളവ് തിരിഞ്ഞ് വന്നപ്പോഴൊക്കെ കാണാമായിരുന്നു. പിന്നെ നമ്മുടെ റംബൂട്ടാൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ പോയാൽ എല്ലാ വീട്ടിലും മറ്റേ നെറ്റ് ഇട്ട് നിർത്തിയേക്കുമായിരിക്കും. റംബൂട്ടാനൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. ഓക്കെ, നമുക്ക് പറ്റിയ ചെറിയൊരു ചായക്കട ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ അപ്പം അവിടെ നിന്ന് ചായ കുടിക്കും. സത്യം പറഞ്ഞാൽ എന്തോ ഒരു സുഖത്തിലേക്ക് വണ്ടി ഓടിക്കാം. ഈസിയാണ്. ലെഫ്റ്റ് സൈഡിൽ ഫോറസ്റ്റ് ആണോ എന്തോ, ഫോറസ്റ്റിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ ഫ്രണ്ടിലൊക്കെ നല്ല കുന്നും മലയൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തുകൂടി വണ്ടി ഓടിക്കാൻ തന്നെ എന്ത് രസമാണ്. കുന്ന്, മലകൾ, അതുപോലെ കാട്, എന്താ ഒരു വൈബ്. അത് ഫോറസ്റ്റ് ആണെന്ന് തോന്നാം. ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഒരു 5 കിലോമീറ്ററോടൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേന് കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്ന് കുട്ടവഞ്ചിയിലൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്ക്. പക്ഷേ ഇപ്പോൾ കാണത്തില്ല കേട്ടോ, ഇപ്പോൾ ഉണക്ക സമയമല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഫോറസ്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ സൈഡിലായിട്ടൊക്കെ വീടും അതുപോലെ തന്നെ കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് കേട്ടോ. ഇതല്ലേ രസം, ഇതാണ് രസം. ഇവിടെ ഈ പറയുന്ന പോലെ ആനശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ആന, അതുപോലെ പുലി, അതായത് ഇതെല്ലാം അടുത്തടുത്ത് നമ്മുടെ അച്ചൻകോവിൽ, കോന്നി ഫോറസ്റ്റ്, അതേപോലെ പിന്നെ നമ്മുടെ ഗവി, ഇതൊക്കെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വലിയ ദൂരങ്ങളില്ല. ഈ പറയുന്ന പോലെ വലിയ ദൂരമില്ല. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് ഫോറസ്റ്റുമായിട്ടൊക്കെ ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു കാട്ടി നമ്മുടെ വീടിനടുത്ത്. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറം വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിശയിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. ആ സാധനമൊക്കെ ഇത് എവിടെ നിന്ന് വന്നു, നമ്മുടെ ഏരിയയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചിന്തയായിപ്പോയി. വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ അച്ചൻകോവിൽ വനം, ആ ഒരു അവിടെ നിന്നാണ് വരാനായിട്ട് ചാൻസ്. പിന്നെ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു മുമ്പ് നമ്മുടെ ഹരിപ്പാട് കടുവ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് ഭയങ്കര വൈറലായിട്ടുള്ളതായിരുന്നു. കോന്നി ഗ്രാമപഞ്ചായത്ത് നന്ദി. അപ്പോൾ കോന്നി കഴിഞ്ഞു. ഇപ്പം ഇനി എന്താണ് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത്, വേറെ പഞ്ചായത്താണല്ലേ. അപ്പോൾ കോന്നി പഞ്ചായത്ത് കഴിഞ്ഞു, നമ്മൾ തണ്ണിത്തോട് പഞ്ചായത്തിലേക്ക് കയറി. ഈ ഒരു കാഴ്ച ഉണ്ടോ, ഇതെന്ന് പറയുന്നത് ഇവിടെ അപ്പുറത്തൊരു സ്കൂളുണ്ട്. സ്കൂളിലെ ടീച്ചർമാരാണ് ബസ് കയറാൻ നിൽക്കുന്നത്.
ഇതെന്ന് പറയുന്നത് ഇവിടെ കുറേ വീടുകളുണ്ട്. ഇത് ഞാനിവിടെ നിർത്തി ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് വലിയൊരു താഴ്ച പോലെയാണ് കേട്ടോ. താഴ്ച അവിടെയായിട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു രാവിലെ ഉള്ളൊരു മൂഡ് ഒന്ന് ആലോചിച്ച് നോക്കെ. ഈ ഒരു സ്ഥലത്തെ ഒരു രക്ഷയില്ല. അതുപോലെ സെറ്റപ്പായിരിക്കും രാവിലെയൊക്കെ. എന്താണ് പാറയാണ്, മരങ്ങളാണ്, നല്ല കുന്നാണ് കേട്ടോ. കുന്നുകളും കാടുകളും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നല്ലൊരു ഇറക്കമാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഇതൊക്കെ കണ്ടിട്ട് നിർത്തിയിട്ട് എടുക്കാതിരിക്കാൻ തോന്നില്ല കേട്ടോ. ഇത് രാവിലെ ആയിരിക്കും വൈബ്. നല്ല സെറ്റപ്പാണ് കേട്ടോ. ആ സൈഡിലൊക്കെ അതേ മലയൊക്കെയാണ്. ഈ മരത്തിന് അപ്പുറഭാഗമൊക്കെ നല്ല കുഴിയും കാര്യങ്ങളൊക്കെയാണ്. വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കിടക്കാൻ സാധ്യതയുള്ള ശ്രദ്ധിക്കുക. വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലും ആനകളാണ്. ആനകളുടെ സെറ്റപ്പാണ്. ഈ പറയുന്ന പോലെ കടുവ, പുലി ഇതൊക്കെ കാണുമായിരിക്കും, അറിയില്ല. പിന്നെ നമ്മുടെ അച്ചൻകോവിൽ ഫോറസ്റ്റ് പോലുള്ള വലിയ ഫോറസ്റ്റ് സെറ്റപ്പോ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീടുകളുണ്ട്. പിന്നെ അതേ ഇവിടെ മേളിൽ ഒരു ജംഗ്ഷനായിരുന്നു, അവിടെ സ്കൂളുണ്ട്. അതുപോലെ തണ്ണിത്തോട്, അവിടെ കുറേ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പാണ്. പക്ഷേ ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് തന്നെയാണ്. ഓക്കെ, വേനലായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതേ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ഥലം കണ്ടോ, ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. അതൊരു 5 കൊല്ലമല്ല അതിന് മുന്നേ അതൊക്കെ മുറിച്ച് കളഞ്ഞു. എന്നിട്ടിപ്പോൾ പുതിയ തേക്ക് നട്ടിരിക്കുകയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന തേക്കൊന്നും വലിയ ഇതില്ലായിരുന്നു, പക്ഷെ അന്ന് അവിടെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടുത്തെ തേക്കെല്ലാം മുറിച്ചിട്ട് പുതിയ തേക്ക് വെച്ചു. പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകുന്ന ലെഫ്റ്റിലായിട്ട് ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്, വണ്ടി ഒതുക്കാൻ പറ്റിയ. വണ്ടി ഒതുക്കിയിട്ടൊരു അരുവി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി അരുവിയിലൊക്കെ ഒന്ന് പോവാം, കാലൊക്കെ ഒന്ന് കഴിയിട്ട് വരാം. വലിയ വെള്ളം കാണത്തില്ല, വേനൽ സമയമായതുകൊണ്ട് വെള്ളം കാണാൻ ചാൻസ് ഇല്ല. ഞാനിതുവരെ പറഞ്ഞു വന്ന് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഇത് അരുവിയിൽ നിന്ന് വരുന്നൊരു സെറ്റപ്പാണ്, പക്ഷേ വെള്ളമില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഓക്കെ, അവിടെ പണ്ടൊരിക്കലും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ കുറച്ച് സന്ധ്യയായിട്ടാണ്, പക്ഷേ വെള്ളത്തിനവിടെ പോയിട്ട് അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് വഴക്ക് പറഞ്ഞു. ആനയൊക്കെ വരുന്ന ടൈമാണ്, അപ്പോൾ അങ്ങനെ കയറിപ്പോ അങ്ങനെ നമ്മളിങ്ങ് പോരുന്നു. ഓക്കെ, ഇവിടെ അങ്ങോട്ട് പോകുന്നിടത്താണ് ഈ പറയുന്ന അരുവി. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അവിടെ ഒരു അരുവിയും ഈ ഒരു സെറ്റപ്പൊക്കെ അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ്. അവിടെ ഫോറസ്റ്റിൻ്റെ ഇതൊക്കെ കൊട്ടിച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കാണ്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നതാണ്. അവിടെ അങ്ങോട്ട് പോകുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്, അപ്പോൾ അവിടെ ആയിരിക്കാം മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആരെയും വിടില്ല. അപ്പോൾ അവിടെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോകണം. ഇത് നേരെ തണ്ണിത്തോട് റൂട്ടാണ്. ഞാൻ ചായ കുടിച്ചത് എന്താ പറയുക, അത്ര അങ്ങോട്ട് ഒരു സ്ട്രോങ് അല്ലായിരുന്നു. സ്ട്രോങ് ചായ കുടിക്കാൻ പോവാണ് ഗൈസ്, ബട്ട് ഒരു തേഞ്ഞ ചായയായിപ്പോയി. ചായ കുടിച്ചു. ചായ ഒരു ഏത്തക്കാപ്പം അന്നേരം അങ്ങോട്ട് കോരിയതുള്ളൂ തോന്നുന്നു. ഞാനാണെ ഒന്നാമത് ചൂടെടുത്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ചായ കുടിച്ചത് ഉഷാറാവാന്ന് വെച്ചിട്ടാണ് ചായ കുടിച്ചപ്പോഴാണ് കഴിക്കാൻ ഏത്തക്കാപ്പം ഉണ്ടെന്ന് പറയാം. ഏത്തക്കാപ്പം എടുത്തു എനിക്ക് തോന്നുന്നു കോരിക്കൊണ്ട് തന്നെ, അതൊക്കെ അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ടെങ്കിൽ എൻ്റെ കയ്യിലോട്ട് വന്നതെന്ന് തോന്നുന്നു. ഭയങ്കര ചൂട്, അരമണിക്കൂർ എടുത്ത് കഴിക്കാൻ. അപ്പോൾ ഞാൻ നേരെ തണ്ണിത്തോട് പോവാണ്. അവിടെ തണ്ണിത്തോടിൽ നമുക്ക് ഈ പറയുന്ന അരുവി സെറ്റപ്പിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ സെറ്റപ്പുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. സീതത്തോട് നോക്കട്ടെ, പോകാൻ പറ്റണമെങ്കിൽ പോകണം. വെള്ളമില്ല, വെള്ളം ഉണ്ടെങ്കിൽ സീതത്തോടൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ മറ്റേ അടവി ഇക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു നേരെ ഒരു ആരോ മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മെയിനായിട്ട് ഇക്കോ ടൂറിസത്തിൻ്റെ മെയിൻ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുട്ടവഞ്ചി ഇല്ലേ, ഇതുവഴി കുട്ടവഞ്ചി പോകും, അതിൻ്റെ സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, വെള്ളമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടത് കാണാൻ ചാൻസ് ഇല്ല. ഇങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. കാട്
ഇതിവിടെ പിന്നെ ഈ പറയുന്ന പോലെ അച്ചൻകോവിൽ പോലെ അത്ര ഇതായിട്ടുള്ള ഇല്ല, പക്ഷേ എങ്കിൽ പോലും കാടൊക്കെ ഉണ്ട് കേട്ടോ, ആവശ്യത്തിന് നല്ല കാടുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാലും ആനയുടെ ശല്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് ഇവിടെ. അതുപോലെ പന്നി, കാട്ടുപന്നികൾ ഇഷ്ടം പോലെ ഉണ്ട് സന്ധ്യ കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നമ്മൾ തണ്ണിത്തോട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു പാലമാണ്. മറ്റേ അടവിന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് അതെന്താണ് സംഭവം, നാരകമാണോ എന്തോ ഒരു സംഭവം. ഓക്കെ, നമുക്കെന്നാലും തണ്ണിത്തോട് ഇടയ്ക്ക് പോകുന്നതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി ഷൂട്ട് ചെയ്യും. അല്ലാതെ വേറെ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, തണ്ണിത്തോട് മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. തിരിയുന്നില്ലല്ലോ പറയുന്നത്. ഇവിടെ നമ്മൾ വളവ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങൾ മുറിച്ചിടാൻ സാധ്യതയുള്ളതിനാൽ വേഗത കുറച്ച് പോകാം. അപ്പം നമുക്കതനുസരിക്കാം, വേഗത കുറച്ച് പോവാം. ഇവിടെ വേനലായതുകൊണ്ടാണ് ഇങ്ങനെ, മഴയുള്ള സമയത്തൊക്കെ നല്ല വെള്ളം കാണും. ആ സംഭവം തണ്ണിത്തോട് എന്ന് പറയുന്ന തോടാണെന്ന് തോന്നുന്നത്. ആ റൈറ്റ് സൈഡിൽ കൂടെ ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ തോതിൽ വെള്ളമുണ്ട്, ഈ പറയുന്ന പോലുള്ള വെള്ളമല്ല, പക്ഷെ മഴ സമയത്തൊക്കെ നല്ല വെള്ളമാണ്. നമ്മളൊരിക്കലും മുമ്പ് ഇവിടെ മഴയത്ത് വന്നിട്ടുണ്ട്, നൈസായിരുന്നു. എനിക്ക് തോന്നുന്നു തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലം ആവാറായി. തണ്ണിത്തോട് ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. കുറച്ച് കടകളും സെറ്റപ്പൊക്കെ ഉള്ള അടിപൊളിയാണ് അവിടെ. അത് നമ്മൾ എത്താറായി. പക്ഷേ ഇതിനിടയ്ക്ക് മയിൽ കരയുന്ന സൗണ്ടൊക്കെ ഞാൻ കേട്ടു കേട്ടോ. റൈറ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു ഇതിനപ്പുറം ഫുള്ള് വനമാണെന്ന് തോന്നുന്നു കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ വനമാണ്. ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് സൈഡ് വനമാണ്. വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മല പോലെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാൻ സാധ്യത കുറവായിരിക്കും. പിന്നെ നമുക്കറിയില്ല, ആന എന്തായാലും ഈ ചരിഞ്ഞ് കിടക്കുന്ന പ്രദേശത്തുകൂടി ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഒരു പരന്ന പ്രദേശമൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പുലിയും കടുവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഏകദേശം ഇപ്പം സമയം 4:30 വെയിൽ വലുതായിട്ടില്ലാത്തതുകൊണ്ടേ ഒരു മങ്ങിയൊരു ഇതാണ്. വീഡിയോ കാണുന്ന പോലല്ല. എന്തായാലും തണ്ണിത്തോട് പോയിട്ട് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ സീതത്തോട് പോയിട്ട് കാര്യമില്ല. സീതത്തോട് നമ്മൾ പോവുകയാണെങ്കിൽ മഴയുള്ള സമയത്ത് പോകണം. അവിടെ കുറേ ഒരു ബണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മഴയത്തൊക്കെ കാണാനാണ് രസം. ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, നമ്മൾ വെറുതെ അവിടെ വരെ ഓടാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് തണ്ണിത്തോട് വരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകാം. പിന്നെ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് പത്തനാപുരത്തിന് നമ്മൾ കുറച്ച് വടക്ക് മാറി പാടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും തണ്ണിത്തോടി എന്നിട്ട് ജസ്റ്റ് കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെയും കൂടെ പോകാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായിപ്പോൾ, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. ഞാൻ തണ്ണിത്തോട് വന്നു. ഇവിടെ ഈ പറയുന്ന പോലെ വെള്ളം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മുകളിലൂടെ ഇടയ്ക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അല്ലാതെ വേറെ സെറ്റപ്പൊന്നുമില്ല. പിന്നെ പറ്റിക്കിടക്കുകയാണ്. ഇതിനകത്ത് അപ്പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ വല്ല പുലിയോ കടുവയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പണിവാളി. അയ്യോ, നല്ല കാടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്ന ഫുള്ള് വനമാണ്. അത്യാവശ്യം പരന്ന പ്രദേശവുമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഇറങ്ങി വരാൻ സാധ്യതയില്ലാതില്ല. നല്ല ഉരുളൻ കല്ലുകളാണ് കേട്ടോ. ഇവിടെ പിന്നെ ഈ തണ്ണിത്തോട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ വരുന്നൊക്കെ സ്ഥലമാണിത്. ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അതാണൊരു പ്രശ്നം. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണത്. ഇത് കാടാണ്. ഇതാണൊരു ഭയം. പണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇഷ്ടംപോലെ വെള്ളമുള്ള സമയത്തായിരുന്നു ഇവിടെ വന്നത്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും കാണാനൊക്കെ ഒരു
ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഈ കാട് സെറ്റപ്പ് ആയതുകൊണ്ടേ അടിപൊളിയാണ്. നമുക്കിവിടെ നിൽക്കാനും എന്താ പറയുക. ഈ കല്ലുണ്ട് ഈ കിടക്കുന്നത്, ഇത് ഫുള്ള് വെള്ളം, മഴ സമയത്ത് ഇത് ഫുള്ള് വെള്ളമാവും. ഈ കല്ലൊന്നും കാണാൻ കഴിയില്ല നമുക്ക്. അതുപോലെ അമ്മാതിരി വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഗൈസ്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ല. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നമ്മുടെ പാടം ആ ഏരിയയിലേക്ക് ഒന്ന് പോവാം. അവിടെ ചെറിയൊരു നമ്മുടെ അച്ചൻകോവിൽ വനത്തിൻ്റെ ഒരു എൻഡ് ഒരു ഭാഗമൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് ഫോറസ്റ്റിലൊക്കെ കയറാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ലേറ്റാവും, പക്ഷെ അങ്ങോട്ട് വിടത്തില്ല. മുമ്പൊരിക്കലും ഞാൻ അവിടെ പോയപ്പോൾ, ഈ പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേന് ഞാൻ ഈ ഫോറസ്റ്റിൻ്റെ വഴി പോകാമെന്ന് പറഞ്ഞ അതിലേ പോയപ്പോൾ അവിടെ ഒരു വീട്ടുകാരൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ആന ഇറങ്ങുന്ന ടൈമാണ്, ശരിയാവില്ല, പോകണ്ടെന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോരുന്നു. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഏത് മരങ്ങളൊക്കെയാണെന്ന് അറിയുമോ? ഒരു പിടിയില്ല.